എല്ലാവരും അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. സയ്യിദുനാ റസൂലുള്ളാഹ് നമ്മൾ ജനിക്കുന്നതിന് മുൻപ് നമുക്ക് വേണ്ടി ദുആ ചെയ്തൊരു മനുഷ്യനുണ്ടെങ്കിൽ അത് മുഹമ്മദ് മുസ്തഫയാണ് സ്വല്ലല്ലാഹു അലൈഹി. നാളെ മഹ്ശറിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ ആദ്യം ദുആ ചെയ്യുന്നത് ആർക്ക് വേണ്ടിയിട്ടായിരിക്കും? നമുക്ക് വേണ്ടിയായിരിക്കോ? ആർക്ക് വേണ്ടിയായിരിക്കും? ഉമ്മക്ക് വേണ്ടിയായിരിക്കും. ഉമ്മ രക്ഷപ്പെട്ട് സ്വർഗത്തിലെത്തിയാൽ ചിലപ്പോൾ ദുആ ചെയ്താക്കാൻ നമുക്ക് വേണ്ടിയിട്ട്. നമ്മുടെ എത്ര വലിയ കഷ്ടപ്പാട്, ചിലപ്പോൾ നമ്മളിങ്ങനെ ആഖിറത്തിൽ നരകിക്കുന്നത് ഉമ്മ കണ്ടാലും മൈൻഡ് ചെയ്യൂല. നഫ്സി നഫ്സി, പടച്ചോൻ എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ, എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. ബാപ്പയും ഭാര്യയും മക്കളും ഭർത്താവും എല്ലാവരും സ്വന്തം കാര്യം സിന്ദാബാദ്. അതാണ് നാളെ ആഖിറത്തിൽ. എന്നാൽ നാളെ സ്വർഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതാരാ? ഷഫീഉനാ റസൂലുള്ളാഹ്. സ്വർഗം ഉദ്ഘാടനം ചെയ്തിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ചുകൊണ്ട് പുണ്യനബി തിരിച്ചു വരികയാണ്, എൻ്റെ ഉമ്മത്തിന്റെ കാര്യം എന്തായിന്നറിയാനായിട്ട്. സയ്യിദുനാ റസൂലുള്ളാഹ്. അങ്ങനെ ഒരു നേതാവിനെ ആർക്കാണ് കിട്ടിയിട്ടുള്ളത്? ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ നബിമാർക്കും ഒരു പ്രത്യേകമായൊരു പ്രാർത്ഥന കൊടുക്കുന്നുണ്ട് അത്രേ. നബിമാർക്ക് ഒരു പ്രത്യേകമായൊരു പ്രാർത്ഥന. നബിമാരുടെ പ്രാർത്ഥനകളെല്ലാം അല്ലാഹു സ്വീകരിക്കും. എന്നാൽ ഒരു സ്പെഷ്യൽ ദുആ ഉണ്ട്. എല്ലാ നബിമാരും ആ ദുആ പ്രയോഗിച്ചിട്ടുണ്ട്, ഇല്ലൽ മുസ്തഫ ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ്. മുത്തുനബി തങ്ങൾ മാത്രം ദുആ ചെയ്തില്ല. അപ്പൊ നബി തങ്ങളോട് ചോദിച്ചപ്പോൾ പറയുന്നുണ്ട്, ഞാൻ ആ ദുആ മാറ്റി വെച്ചേക്കാൻ. ആർക്ക് വേണ്ടിയിട്ട്? എൻ്റെ ഉമ്മത്തിന് വേണ്ടിയിട്ട്. സയ്യിദുനാ റസൂലുള്ളാഹ് 29 തവണ വധശ്രമം നടന്നിട്ടുണ്ട് ഹബീബ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെ 29 തവണ. അപ്പൊ ദുആയിരുന്നു അവർക്കെതിരെ ഇല്ല. ഉഖബ എന്ന് പറയുന്ന മനുഷ്യൻ തുണി ഇങ്ങനെ കറക്കിയെടുത്തിട്ട് ഹബീബ് റസൂലുള്ളാഹിന്റെ കഴുത്തിലേക്ക് ഇട്ടിട്ട് വരിഞ്ഞു മുറുക്കിയിട്ടുണ്ട് മുത്തുനബിയെ കൊല്ലാൻ. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഓടി വന്നിട്ട് തട്ടി മാറ്റിയിട്ട് പറയുന്നുണ്ട്, അത്തഖ്തുലൂന റജുലുൻ യഖൂലു അല്ലാഹു റബ്ബി, അല്ലാഹു റബ്ബി എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കൊന്നിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാനാ? അങ്ങനെ ഒരു മനുഷ്യനെ നിങ്ങൾ കൊല്ലുകയാണോ എന്ന് ചോദിക്കുന്നുണ്ട് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അല്ലേ, ഒരുപാട് വേദന സഹിച്ചിട്ടുണ്ട് മുഹമ്മദ് മുസ്തഫ. ഉഹദില് അവിടുത്തെ മുൻപല്ല് പൊട്ടിയപ്പോ അവർക്കെതിരെ ദുആയിരുന്നോ? ആ ദുആ പ്രയോഗിച്ചോ? പ്രയോഗിച്ചിട്ടില്ല. സയ്യിദുനാ റസൂലുള്ളാഹ് ത്വായിഫിൽ വെച്ച് ലോകത്തെ ഏറ്റവും വലിയ തെറി വിളിച്ചിട്ടുണ്ട് മുത്തുനബിയെ. അല്ലെ, വേറെ എന്ത് ചീത്ത വിളിച്ചാലും നമുക്ക് സഹിക്കാം. ഒരാളെ ഭ്രാന്തൻ എന്ന് പറഞ്ഞാലോ, അയാൾ പറയുന്നതൊക്കെ ഭ്രാന്താണെന്ന് പറഞ്ഞാൽ തീർന്നില്ലേ? ഭ്രാന്തനാണെന്ന് എൻ്റെ ഹബീബിനെ നോക്കിയിട്ട് വിളിച്ചിട്ടുണ്ട് ത്വായിഫിലെ ആളുകൾ. അപ്പോഴും അവർക്കെതിരെ പ്രതികരിച്ചിട്ടില്ല, ഇത്തരം വാക്കുകൾ പറഞ്ഞിട്ടില്ല, ഈ ദുആ ചെയ്തിട്ടില്ല. കല്ലെറിയുന്നുണ്ട്. തഫ്സീറുകളിൽ കാണാം, 2 സഫായി നിന്നിട്ട് ഉരുളങ്കല്ലെടുത്ത് എൻ്റെ റസൂലുള്ളാഹിന്റെ ശരീരം നോക്കി എറിയുന്നുണ്ട്. അവിടുത്തെ കാലിനടിയിൽ ചോര ഇങ്ങനെ തങ്ങി നിൽക്കുന്നതായിട്ട് കണ്ടു എന്ന് പോലും, ചെരുപ്പിന്റെ ഉള്ളിൽ ചോര തങ്ങി നിൽക്കുന്നതായിട്ട് കണ്ടു എന്ന് പോലും കിതാബുകളിലുണ്ട്. അപ്പോഴും എൻ്റെ ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹ്, അതായത് ഭൂമിയിലല്ല ബുദ്ധിയെ ഇറക്കിയിട്ട് 99% കൊടുത്തത് മുഹമ്മദ് മുസ്തഫക്കാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയുള്ള മുത്തുനബിയെ ഭ്രാന്തനാക്കിയിട്ടുണ്ട്. അപ്പോഴൊന്നും ഈ ദുആ നബിതങ്ങൾ എടുത്തു പ്രയോഗിച്ചില്ല. ഞാനത് മാറ്റി വെച്ചിട്ടുണ്ട്. ആർക്ക് വേണ്ടിയിട്ട്? എൻ്റെ ഉമ്മത്തിന് വേണ്ടിയിട്ട്. സയ്യിദുനാ റസൂലുള്ളാഹ്. ഇതുപോലെ നമ്മളെ സ്നേഹിക്കുന്ന ആരുള്ളത്? എന്നിട്ട് നമ്മൾ എന്താ മുത്തുനബിക്ക് തിരിച്ചു കൊടുത്തത്? സ്വല്ലല്ലാഹു ഷറട്ടില്ലേ സല്ലം അലൈക സൈനൽ അംബിയാഇ അസ്സലാം അലൈക അത്ഖൽ അത്ഖിയാഇ സ്വലവാതി അലാ നബി വസലാമി السلام عليك أصفى الأصفياء السلام عليك أزكى الأزكياء صلواتي نبي وسلامي وهو خير العالم السلام عليك
من رب السماء السلام عليك دام بلا انقضاء صلواتي على نبي وسلامي بدر تمامي السلام عليك أحمد يا حبيبي السلام عليك طه يا طبيبي صلواتي على نبي وسلامي السلام عليك أحمد يا محمد السلام عليك طه يا ممجد صلواتي على نبي وسلامي السلام عليك يا كهفا ومقصد السلام عليك يا حسنا تفرد صلواتي على نبي وسلامي السلام عليك يا ماحي الذنوب السلام عليك يا جل الكروب صلواتي على النبي والسلام وهو خير الأنام بدر السلام عليك يا خير الأنام السلام عليك يا بدر التمام صلواتي على النبي وهو خير تمامي السلام عليك يا نور الظلام السلام عليك يا كل المرام الله صلواتي على النبي والسلام وهو خير السلام عليك يا ذا المعجزات السلام عليك يا هادي الهداة صلواتي على النبي والسلام وهو خير الأنام بدر അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. സയ്യിദുനാ റസൂലുള്ളാഹ് സൂറത്തുൽ അൻഫാലിന്റെ 33-ാമത്തെ ആയത്തിൽ കാണാം വമാ കാന അല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം. നബിയെ, അങ്ങ് ജനങ്ങളുടെ ഖൽബിലുണ്ടെങ്കിൽ അല്ലാഹു അവരെ അദാബിലാക്കൂല. നമുക്ക് ഈ ടെൻഷനൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത് ഖൽബിൽ ആരില്ലാത്തത് കൊണ്ടാണ്. സയ്യിദുനാ റസൂലുള്ളാഹ് അല്ലാഹു പറയാൻ, അങ്ങ് ഖൽബിലുണ്ടെങ്കിൽ അല്ലാഹു അദാബിലാക്കില്ല, ഒരാൾക്കും ടെൻഷൻ അനുഭവിക്കേണ്ടി വരില്ലെന്ന് പരിശുദ്ധ ഖുർആൻ. അങ്ങ് ഖൽബിലുണ്ടോ? ആ ഖൽബിൽ അങ്ങയോടുള്ള അതിരറ്റ മഹബ്ബത്തുണ്ടോ? അവർക്ക് സന്തോഷമാണെന്ന് ഖുർആൻ. അപ്പൊ നമുക്ക് ടെൻഷൻ ഉണ്ട്. അതിന്റെ കാരണം എന്താ? ഖൽബിൽ ആരില്ല? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ഇന്ന ബൈതൻ അൻത സാകിനുഹു ലൈസ മുഹ്താജൻ ഇലാ സുറുജി സ്വല്ലി റബ്ബൽ ആലം
ഇന്ന ബൈത്തൻ എന്നതിന് മഹാന്മാർ കൊടുത്തൊരർത്ഥം ഇന്ന ഖൽബൻ അൻത സാകിനുഹു, അങ്ങുള്ള കൽബാണെങ്കിൽ. വീട് എന്നുള്ള വേറെ അർത്ഥമുണ്ട്, പക്ഷെ മർമ്മപ്രധാനമായ ഒരു ആശയം എന്താണ്? അങ്ങുള്ള കൽബിലേക്ക് മറ്റൊരു പ്രകാശത്തിന്റെ ആവശ്യമില്ല. കൽബിൽ അങ്ങുണ്ടോ അവന് ടെൻഷൻ ഫ്രീ ആയിരിക്കും. ഞാനൊരു ഹദീസ് പറഞ്ഞു തരട്ടെ. ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന സ്വഹീഹായ ഹദീസാണ്. മദീനയിലെ ഒരു കാരക്കത്തോട്ടത്തിന്റെ അകത്തൊരു പള്ളിയുണ്ട്. ഇപ്പോഴും നമുക്ക് കാണാൻ പറ്റും, പക്ഷെ ഔദ്യോഗികമായ സിയാറത്തിന് പോകുമ്പോൾ കാണാൻ പറ്റൂല, ഇങ്ങോട്ടൊന്നും കൊണ്ടുപോകില്ല. അല്ലാതെ നമ്മൾ പോവുകയാണെങ്കിൽ കുറച്ചകത്തോട്ട് പോയി കഴിഞ്ഞാൽ ഒരു കാരക്കത്തോട്ടത്തിന്റെ അകത്ത് കണ്ടാൽ തന്നെ 1000 കൊല്ലം പഴക്കം തോന്നിക്കുന്ന ചുമരൊക്കെ ഇടിഞ്ഞു പൊളിയാറായ ഒരു പള്ളി കാണാം. അവിടെയുണ്ട് ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹ്. അന്ന് മുത്തുനബിയിൽ നിന്ന് ഇൽമു പഠിക്കാൻ വന്ന 2 സ്വഹാബത്ത് രാത്രി ഏറെയായി. ഇത് വേറെ എവിടെയുള്ളതല്ല, ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്. 2 സ്വഹാബത്ത് അവരവിടെ നിന്ന് ഇങ്ങനെ തിരിച്ചു പോവാണ്. തിരിച്ചു പോകുമ്പോൾ ഭയങ്കര ഇരുട്ട്. എങ്ങനെ പോകും? ഇരുട്ടാണ്, ഭയങ്കര ഇരുട്ടാണ്. അപ്പൊ ഹദീസിൽ കാണാം ഫജാ അന്നൂറു ബൈനഹുമാ, അവർക്കിടയിലേക്ക് ഒരു വെളിച്ചം ഇങ്ങ് വന്നു. ഇത് കെട്ടുകഥയല്ലേ, മയവിക്കഥയിൽ ഉട്ടാപ്പിക്കഥയൊന്നുമല്ല. ഇത് സ്വഹീഹുൽ ബുഖാരിയിലെ ഹദീസാണ്. ഒരു വെളിച്ചത്തിന്റെ ഉണ്ട അവരുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നു. ഹത്താ ചഫറഖ, അവരിങ്ങനെ ആ ഒരു വെളിച്ചത്തിൽ ഇങ്ങനെ പോവാണ്. ആ വെളിച്ചം ഇങ്ങനെ വഴി കാണിക്കും, ഇവരിങ്ങനെ ആ വെളിച്ചത്തിന്റെ പിന്നാലെ നടക്കും. അങ്ങനെ ഒരു ജംഗ്ഷനിലേക്ക് എത്തിയപ്പോൾ 2 പേർക്കും 2 വഴിയിലേക്ക് തിരിയണം. ഇപ്പൊ എന്ത് സംഭവിച്ചു? ഫതഫറഖ അന്നൂറു ബൈനഹുമാ, അവർക്കിടയിൽ ആ വെളിച്ചവും 2ആയി മാറി. ഒരാളുടെ കൂടെ ഒരു വെളിച്ചം പോയി, മറ്റേയാളുടെ കൂടെ. ഖൽബിൽ മാത്രല്ല, ഭൗതികമായും പ്രകാശമാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. സ്വഹീഹുൽ ബുഖാരിയിലെ സ്വഹീഹായ ഹദീസ്. വേറെ ഒന്നും അതിനെ കുറിച്ച് പറയാനില്ലല്ലോ, ബുഖാരിയിലുണ്ടെന്ന് പറഞ്ഞാൽ. അപ്പൊ മുത്തുനബിയെ നമ്മൾ സ്നേഹിച്ചാൽ ഈ ദുനിയാവിലെ ഇരുട്ടിലും വഴികാട്ടും, ഖൽബിനകത്തെ ഇരുട്ടിലും പ്രകാശമായി മാറും സയ്യിദുനാ വഹബീബുനാ റസൂലുള്ളാഹ്. ഇനിയൊന്ന് വാടി നോക്കിയ അർത്ഥം ഇന്ന ബൈതൻ അൻത സാകിനുഹു ലൈസ മുഹ്താജൻ ഇലാ സുറുജി സല്ലി റബ്ബൽ ആലമീന അലാ. ഈ ബുഹാരിയൊക്കെ പഠിച്ചിട്ടാണ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഈ വരി എഴുതിയത്. അതായത് മങ്കൂസ് മൗലിദാകട്ടെ, ഏത് മൗലിദിലെയും ഓരോ വരിയും ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും നമുക്ക് തെളിയിക്കാൻ പറ്റും. കാരണം എഴുതിയത് അള്ളാഹുവിന്റെ ഔലിയാക്കളായ ഇമാമിങ്ങളാണ്. സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഈ മങ്കൂസ് മൗലിദ് എഴുതുമ്പോൾ അന്ന് പ്ലേഗ് രോഗം പടർന്നു പിടിച്ച് ജനങ്ങളാകെ വിഷമിക്കുമ്പോൾ ഈ മൗലിദ് എഴുതി അത് ചൊല്ലി വീടുകളുടെ മുമ്പിലൂടെ നടന്നു പോകുമ്പോൾ ആ പ്ലേഗ് രോഗം മാറിയത് ചരിത്രത്തിൽ രേഖപ്പെട്ട് കിടക്കുന്ന സംഭവമാണ്. ത്വാഊൻ അല്ലേ? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽബിലുണ്ടോ? എല്ലാത്തിനും അത് മരുന്നാണ്. സയ്യിദുനാ വ ഹബീബുനാ റസൂലുള്ളാഹ്. ഇപ്പോഴും അങ്ങനത്തെ ആളുകളുണ്ട്. ഇത് പണ്ടല്ലേ എന്നാണ്? ഇല്ല, ഖിയാമത്ത് നാൾ വരെ അങ്ങനെയുള്ള ആളുകൾ ഉണ്ടാകും. അങ്ങനെയുള്ള ആ നൂറുള്ളവർ ഖിയാമത്ത് നാൾ വരെ ഉണ്ടാവും. ഇമാമുൻ നവവി റളിയല്ലാഹു അൻഹു ചരിത്രത്തിൽ രേഖപ്പെട്ട് കിടക്കുന്ന സംഭവമാണ്. അവിടെ നിന്ന് 45 വയസ്സ് വരെ ജീവിച്ചിട്ടുള്ളൂ. പക്ഷെ ഒരു മനുഷ്യായുസ് കൊണ്ട് എഴുതി തീർക്കാൻ പറ്റുന്നതിലപ്പുറം കിതാബുകൾ എഴുതിയ മഹാനാണ് ഇമാമുൻ നവവി റളിയല്ലാഹു അൻഹു. നവവി ഇമാം രാത്രി ഇരുന്ന് കിതാബ് എഴുതുമ്പോൾ വിളക്കണഞ്ഞു പോയി, എണ്ണയില്ല. സങ്കടത്തോടെ പടച്ചോൻ എനിക്ക് കിതാബ് എഴുതാൻ പറ്റുന്നില്ലല്ലോ എന്ന് ചിന്തിച്ചിരിക്കുന്ന സമയത്ത് അവിടുത്തെ വിരലുകൾ പ്രകാശിച്ചു എന്ന് കിതാബുകളിൽ രേഖപ്പെട്ട് കിടക്കുന്ന കാര്യമാണ്. എവിടെ നിന്ന് കിട്ടിയ പ്രകാശം? അത് മുഹമ്മദീയ നൂറിൽ നിന്നുള്ള പ്രകാശമാണ്. മുഹമ്മദീയ നൂറിൽ നിന്നുള്ള പ്രകാശമാണ്. ആ മുഹമ്മദീയ നൂറ് കൽബിൽ വേണം. വെറുതെ മൗലിദ് ചൊല്ലി വെറുതെ സ്വലാത്ത് ചൊല്ലലല്ല, കൽബിൽ മുഹമ്മദീയ നൂറ് വേണം. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഇപ്പൊ ഹൃദയത്തിൽ ആ നൂറ് കിട്ടാൻ ആദ്യം വേണ്ട എന്താണെന്നറിയോ? മുത്തുനബിയോടുള്ള ആദരവാണ്. മുത്തുനബി ആദരിക്കുന്നുണ്ടോ നമ്മൾ? എങ്ങനെ ആദരിക്കണം? സൂറത്തുൽ ഹുജറാത്ത് മുഴുവൻ ആ പ്രമേയമാണ്. എങ്ങനെ മുത്തുനബി ആദരിക്കണം? തുടക്കം തന്നെ യാ അയ്യുഹല്ലദീന ആമനൂ ലാ തർഫഉ അസ്വാതകും ഫൗഖ സൗത്തിൻ നബി വലാ തജ്ഹറൂ ലഹു ബിൽ ഖൗൽ كجهر بعضكم لبعض أن تحبط أعمالكم وأنتم لا تشعرون. ഈമാനുള്ളവരെ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയണം. അവിടെ തുടങ്ങി പെരുമാറണം. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി. റസൂലുള്ളാഹിന്റെ ശബ്ദത്തേക്കാൾ നിങ്ങളുടെ ശബ്ദം ഉയർത്തരുതേ. വലാ തജ്ഹറൂ ലഹു ബിൽ ഖൗൽ, റസൂലുള്ളാഹിനോടും നിങ്ങൾ ശബ്ദം ഉയർത്തരുതേ. രണ്ടും രണ്ടായിട്ട് മനസ്സിലാക്കണം.
ഇങ്ങനെ നബിയേക്കാൾ ശബ്ദം ഉയർത്തരുത്, അതൊന്ന്. റസൂലുള്ളാഹിനോട് ശബ്ദം ഉയർത്തരുത്, അത് വേറെ. എങ്ങനെയാന്ന് വെച്ചാല് ഇപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ മുത്തുനബിയുടെ ശബ്ദത്തെക്കാൾ ആ സൗണ്ട് എന്ത് ചെയ്യരുത്, ഉയരരുത്. പിന്നെ നേരത്തെ പറഞ്ഞതോ, റസൂലുള്ളാഹിനോട് എന്തെങ്കിലും സംസാരിക്കുമ്പോ നിങ്ങൾ തമ്മിൽ സംസാരിച്ചതിനേക്കാൾ കുറച്ചുകൂടെ താഴ്ന്നിട്ട് വേണം ആരോട് വർത്താനം പറയാൻ. ഇല്ലെങ്കിൽ വേറെ സംഭവിക്കൂല. ഖുർആൻ പറയാണ് അൻ തഹ്ബത അഅമാലുകും വഅൻതും ലാ തശ്ഉറൂൻ. അങ്ങനെ വേറൊന്നും വേണ്ട കേട്ടോ. മുത്തുനബിയുടെ മുമ്പിൽ നിങ്ങൾ സൗണ്ട് ഒന്ന് ഉയർത്തിയാൽ മതി. നിങ്ങൾ അത്രയും കൊല്ലം ചെയ്ത മുഴുവൻ അമലുകളും നിങ്ങളറിയാതെ പൊളിഞ്ഞ് നാശമായി പോകുമെന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ. മുത്തുനബിയുടെ മുമ്പിൽ ഒന്ന് ശബ്ദമുയർത്തിയാൽ നിങ്ങൾ ചെയ്ത മുഴുവൻ കർമ്മങ്ങളും പൊളിഞ്ഞു പോകുമെന്ന് സൂറത്തുൽ ഹുജറാത്തിന്റെ ആദ്യ ഭാഗത്ത്. ആരത് പഠിപ്പിക്കണത്? ആരാ പഠിപ്പിക്കണേ? അല്ലാഹ്. എന്നിട്ട് പറയുന്നുണ്ട് ഉലൈകല്ലദീന ഇംതഹനല്ലാഹു ഖുലൂബുഹും ലിത്തഖ്വാ. ആർക്കാ തഖ്വയുള്ളത്? മുത്തുനബിയോട് ബഹുമാനമുള്ളവർക്കാണ് തഖ്വ. പടച്ചോന്റെ വർത്താനാണിത്. അല്ലാഹ് സർട്ടിഫൈ ചെയ്യാൻ തഖ്വയുള്ളവരാരാ? കേവലം നിസ്കരിക്കുന്നവരെന്നല്ല, തടി നീട്ടി വളർത്തുന്നവർ എന്നൊന്നുമല്ല, ഹജ്ജ് ചെയ്യുന്നവർ എന്നൊന്നുമല്ല. മുത്തുനബിയോട് ബഹുമാനമുണ്ടോ? എന്നിട്ട് നിസ്കരിക്ക്, എന്നിട്ട് താടി വെക്ക്. ആ സ്നേഹത്തിൽ, ആ ബഹുമാനത്തിൽ അധിഷ്ഠിതമായി ഇതൊക്കെ ചെയ്യ്, എങ്കിലേ നിങ്ങൾക്ക് തഖ്വയുള്ളൂ എന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ. അല്ലാതെ ഇതൊക്കെ ചെയ്താൽ മതി അതാണ് തഖ്വ, അല്ലല്ലല്ല. തഖ്വ ഉണ്ടായിരിക്കെ, ഈ തഅലീം ഉണ്ടായിരിക്കെ, അദബ് ഉണ്ടായിരിക്കെ ഇതൊക്കെ ചെയ്യുമ്പോഴേ അള്ളാഹ്ക്ക് ഇത് വേണ്ടൂന്ന് പരിശുദ്ധ ഖുർആൻ. അള്ളാഹു ഉൾക്കൊള്ളാൻ തൗഫീക്ക് നൽകട്ടെ. അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. ഈ സൂറത്തിറങ്ങിയതിന് ശേഷം മഹാനായ ഖൈസ് റളിയല്ലാഹു അൻഹു പള്ളിയിലേക്ക് വന്നില്ല. എപ്പോഴും മുമ്പിലുണ്ടാകുന്ന ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലുണ്ടാകുന്ന മനുഷ്യനാണ്. മൂപ്പരെ കാണില്ല. റസൂലുള്ളാഹി തങ്ങൾ അന്വേഷിച്ചു, എവിടെ ഖൈസ്, എവിടെ ഖൈസ് ഇബ്നു സാബിത്ത്, എവിടെ? യാ റസൂലല്ലാഹ്, പള്ളിയിലേക്ക് വരാൻ പേടിയാണ് നബിയേ. എനിക്കല്പം കേൾവിക്കുറവുള്ളത് കൊണ്ട് ഞാൻ ഉച്ചത്തിൽ സംസാരിച്ചു പോകും, അത് അദബ് കേടാകുമോ എന്ന് ഭയന്നിട്ട് എനിക്ക് വരാൻ കഴിയുന്നില്ല നബിയേ. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, മോനെ, നിന്റെ ഉറക്കെയുള്ള സംസാരം അത് കുഴപ്പമില്ല, അത് റസൂലുള്ളാഹിനോട് അദബ് കേടായിട്ട് സംസാരിക്കുന്നതല്ല. ചെവി കേൾക്കാത്ത ആളുകൾ അങ്ങനെയല്ലേ, ഇത്തിരി ഉറക്കുകയാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. ഇപ്പൊ മദീനത്തെ പള്ളിയിൽ ഹുത്തുബ ഇല്ലേ, അപ്പം മൈക്കിലാണല്ലോ ഹുത്തുബ അല്ലേ, അതുകൊണ്ട് പ്രശ്നമുണ്ടോ? അപ്പൊ അത് റസൂലുള്ളാഹിനെ അനാദരിക്കണമെന്ന ലക്ഷ്യത്തിൽ അല്പം ഒച്ച ഉയർന്നാൽ നിന്റെ മുഴുവൻ അമലും നശിഞ്ഞു പോകും. പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹ് നമ്മളെ പഠിപ്പിക്കാം. അപ്പൊ മദീനത്തൊക്കെ പോകുമ്പോൾ സൂക്ഷിക്കണം. പഴയ കാലത്തൊക്കെ ഇപ്പൊ നമ്മുടെ കാരണന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്, പണ്ടൊക്കെ മദീനത്ത് പോകുമ്പോൾ കരയാണെങ്കിൽ പോലും ആ ഒരു ഏങ്ങലിന്റെ ശബ്ദം ഇങ്ങനെ ഇടക്ക് കേട്ടാലല്ലാതെ ഒരു ബഹളം ഉണ്ടാവൂല എന്നാണ്. അവിടെ നടക്കുമ്പോൾ ആ മണ്ണിൽ കാല് വെക്കുമ്പോൾ പോലും ഒരു അദബ്. എൻ്റെ മുത്തുനബി കിടക്കുന്ന മണ്ണാണല്ലോ എന്ന് ചിന്തിച്ചിട്ട്. ഇന്നങ്ങനെയാണോ? ഇന്ന് ബഹളം, ഇന്ന് സെൽഫി അല്ലേ? ഞാനിതാ പച്ചക്കുപ്പയുടെ മുമ്പിൽ നിൽക്കാണ് ഗൈസ്, നിങ്ങൾ ലൈക്ക് ചെയ്യൂ ഗൈസ്. എന്തായി മാറി. സംഗതി മോശാണെന്നല്ല, വേണ്ടടത്ത് മാത്രമാകണം. അള്ളാന്റെ ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹുജറയിലെത്തുമ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ആയത്ത്, യാ അയ്യുഹല്ലദീന ആമനു ലാ തർഫഉ അസ്വാതകും ഫൗഖ സൗത്തിൻ നബി. അവിടെ നിങ്ങൾ അദബ് കേട് കാണിക്കല്ലേ, ശബ്ദമുയർത്തല്ലേ. അങ്ങനെ ഉയർത്തിയാൽ നിങ്ങളുടെ ഹജ്ജുകളും നിങ്ങളുടെ നിസ്കാരങ്ങളും നിങ്ങളുടെ നോമ്പും സക്കാത്തും വാട്ടവർ എല്ലാം ആ സെക്കൻഡ് കൊണ്ട് തകർന്നു പോകുമെന്ന് പരിശുദ്ധ ഖുർആൻ. അങ്ങനെ അള്ളാഹ് ബഹുമാനിച്ച നേതാവാണ് മുഹമ്മദുനിൽ മുസ്തഫ സ്വല്ലല്ലാഹു. ആയിഷ ബീവി പറയുന്നുണ്ട്, ഈ ആയത്തിറങ്ങിയതിനു ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിൽ ഒരു മൃഗം ഉണ്ടായിരുന്നു. മുത്തനബിയുടെ ചുറ്റിപ്പറ്റി നടക്കുന്ന മൃഗം, പൂച്ചയല്ല. അത് ഏതാണെന്ന് അവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല, അഭിപ്രായ ഭിന്നതകളുണ്ട്. അണ്ണാനാണെന്നൊക്കെ അഭിപ്രായമുണ്ട്. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിൽ ഈ മൃഗം എപ്പോഴും ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കും, ഭയങ്കര ബഹളമായിരിക്കും. പെട്ടെന്ന് സൗണ്ട് നിൽക്കും. ആര് വരുമ്പോഴാ? മുത്തുനബി വീട്ടിലുണ്ടെങ്കിൽ ഓടിക്കളിക്കും, മിണ്ടൂല, ശബ്ദമുയരുമെന്ന് പേടിച്ചിട്ട്. ഏത്? ഈ ചെറിയ മൃഗേ. ആയിഷ ബീവി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണിത്. ആ മൃഗത്തിന്റെ ബുദ്ധിയെങ്കിലും നമുക്കുണ്ടോ? അല്ലേ? ആദരവൊന്നും വേണ്ട, സ്നേഹമൊന്നും വേണ്ട, നമ്മൾ പിൻപറ്റുക. അതെന്ത് പിൻപറ്റുകയെന്ന് എനിക്ക് മനസ്സിലാവണില്ല അല്ലേ? ആ ഒരു മൃഗത്തിന്റെ ബുദ്ധിയെങ്കിലും നമുക്ക് വേണ്ടേ? ഈ മഹാന്മാരെ ആദരിച്ചതിന്റെ പേരിൽ ഒരു നായ സ്വർഗത്തിലേക്ക് പോകുന്നുണ്ട്. ഏതാണ് ആ നായ? അറിയോ നമുക്ക്? അസ്ഹാബുൽ കഹ്ഫിന്റെ പിന്നാലെ പോയ നായ. സൂറത്തുൽ കഹ്ഫ് ഓതുന്നവരാണെങ്കിൽ കിട്ടും. അങ്ങനെ ഒരു നായ ഉണ്ട്. അവർ ആട്ടി ഓടിച്ചതാണ് ആ നായയെ. ആട്ടി ഓടിച്ചപ്പോ ആ നായ
മുട്ടുകാലിൽ നിന്നുകൊണ്ട് പറഞ്ഞു, ഞാൻ അള്ളാന്റെ ഔലിയാക്കളെ സ്നേഹിക്കുന്ന ആളാണ് എന്നാണ്. ഇന്നി ഉഹിബ്ബു അഹിബ്ബ അല്ലാഹ്. അട്ടിയോടിക്കാൻ ഇവര് വിചാരിച്ചു രാജ്യത്തിന്റെ സൈന്യത്തിൽപ്പെട്ട ഏതെങ്കിലും നായ നമ്മളെ പിടിക്കാൻ വരുന്നതായിരിക്കും, അല്ലേ, നമ്മളെ അന്വേഷിച്ച് വന്നായിരിക്കും എന്ന് കരുതി അട്ടിയോടിക്കാൻ. അവിടെ നിന്ന് മുട്ടുകാലിൽ നിന്നിട്ട് പറയുന്നുണ്ട്, ഇന്നി ഉഹിബ്ബു അഹിബ്ബ അല്ലാഹ്, അള്ളാഹ് സ്നേഹിച്ചവരെ ഇഷ്ടപ്പെടുന്ന ഒരു നായയാണ് ഞാൻ, എന്നെ അട്ടിയോടിക്കല്ലേ എന്നാണ്. ഖിസ്മീർ എന്ന നായ, ആ നായ സ്വർഗത്തിലാന്നാണ്. ആ ബോധമെങ്കിലും നമുക്ക് വേണ്ടിയല്ലേ? സ്വാലിഹീങ്ങളെ അദബിനാണ് പ്രാമുഖ്യം എന്ന് പഠിപ്പിക്കുന്ന ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ്. ഇമാം മാലിക് റളിയല്ലാഹുവിന്റെ മുമ്പിൽ ഒരു ചോദ്യം വരുന്നുണ്ട്. റൗളയിൽ നിൽക്കുമ്പോ ഞാൻ എങ്ങോട്ട് തിരിഞ്ഞ് ദ്വാരക്കണം? റസൂലുള്ളാഹിന്റെ ഖബർ മുമ്പിലുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് തിരിഞ്ഞ് അള്ളാഹുവിലേക്ക് ദ്വാരക്കണോ, അല്ല കഅബാലയത്തിലേക്ക് തിരിഞ്ഞു ദ്വാരക്കണോ? ആരോട് ചോദിക്കണേ? 10 ലക്ഷത്തിൽ പരം ഹദീസ് മനപ്പാടമുള്ള മദ്ഹബിന്റെ ഇമാമായ മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു, മദീനയിലാണ് മഹാനവർകൾ. മാലിക് ഇമാമിനോട് ചോദിക്കാൻ, അതായത് ഞാൻ തിരിഞ്ഞു കഴിഞ്ഞാൽ ബാക്ക് എങ്ങോട്ടാകും? മുത്തുനബിയിലേക്കാകും. അപ്പൊ അത് അദബേടാവോ? മാലിക് ഇമാം പറഞ്ഞ, എന്താ മോനെ, ഈ ലോകത്തുള്ള മുഴുവൻ സൃഷ്ടികളുടെയും കിബിലയാണ് കിടക്കുന്നത്. ആര്? മുഹമ്മദുനിൽ മുസ്തഫ. അങ്ങോട്ട് തിരിയണം. കിബില സൃഷ്ടിയാണോ സൃഷ്ടാവാണോ? കഅബ. എനിക്ക് മനസ്സിലായില്ല. കഅബ സൃഷ്ടിയാണോ സൃഷ്ടാവാണോ? സൃഷ്ടി അല്ലേ? സൃഷ്ടികളിൽ ആരാ ശ്രേഷ്ഠർ? നിങ്ങൾ പറയും ആരാണ്? അപ്പൊ എങ്ങനെയാണോ മുഹമ്മദ് മുസ്തഫയുടെ ഫ്രണ്ടിൽ നിന്ന് ബാക്ക് അങ്ങോട്ട് തിരിച്ചിട്ട് കഅബാലയത്തിലേക്ക് നീ കൈയുയർത്തി എങ്ങനെയാണെന്നാ ചോദിക്കണത് ഇമാം മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു. നമ്മൾ തിരിച്ചറിയണില്ല മുഹമ്മദ് മുസ്തഫയെ. അങ്ങനെ മനസ്സിലാക്കി ആദരിച്ചുകൊണ്ട് ഖൽബിലേക്ക് നിർത്തണം മുഹമ്മദ് മുസ്തഫ. ഖൽബിൽ വേണം മുത്തുനബിയോടുള്ള മഹബത്ത്. അവർക്ക് വഴികാട്ടിയായി മുത്തുനബി ഉണ്ടാകുന്നതാണ്. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. നമുക്ക് ഏതായാലും ഇന്ന ബൈത്ത് എന്നുള്ള ബൈത്ത് തന്നെ ചൊല്ലാം. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഏതായാലും ഒരു അർത്ഥം പിടികിട്ടിയല്ലോ, ആശയം അത് മനസ്സിലുണ്ടാകട്ടെ. ഇന്ന ബൈത്തൽ അൻത സാകിനുഹു ലൈസ മുഹ്താജൻ ഇലാ സുറുജി സ്വല്ലി റബ്ബൽ ആലം وجهك البلاح حجتنا يوم يأتي الناس بالحجج صل رب العالم ومريضا أنت زائره قد أتاه الله بالفرج صل رب العالم فزمن قد كنت بغيته والسما في يرفع درجي صل رب العالم باطلا في الحب مهجته سامحا بالروح والمهج صل رب العالم باطلا في الحب مهجته سامحا بالروح والمهج صل رب العالم يا كريم الجود راحته فكفيت البحر واللجج صل رب العالم أنت منجينا من الحرق من لهيب النار واللجج صل رب العالم ذنبنا ما حيل يمنعنا من ظروف الدمع واللجج الله الله ما شاء الله
ലാ ഖൂവത്ത അല്ല, ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. കഴിവുള്ളവൻ ആര് മാത്രം? അല്ലാഹു മാത്രം. ഹുബ്ബുകും ഫീ ഖൽബിനാ മഹ്വുൽ മിർ റായിനി ദംബി വൽ ഹറജി. അല്ലാഹ് അല്ലാഹ് മാ ശാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. സബ്ബുകും വല്ലാഹി ലം യഖിബ് ലി കമാലിൽ ഹുസ്നി വൽ ബഹജി. അല്ലാഹ് അല്ലാഹ് لا إننا نرجو لشافعنا لصلاح الدين والنهج. الله الله لا وهو نجانا من البلوى طيبه في العالم الأرجي. الله الله لا ربي وارزقنا زيارته قبل قبض الروح والخرج. الله الله يا صلي يا ربي على الهادي لسبيل الحق والفرج. الله الله അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ഇന്ന് വളരെയേറെ വേദനിപ്പിക്കുന്ന ഒരു വീഡിയോ കണ്ടു. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മീലാദിന്റെ ഭാഗമായിട്ട് ഏതൊരു പരിപാടി നടക്കാൻ. ആ പരിപാടിയിൽ കുറെ DJ സോങ് ഒക്കെ ഇട്ട് പിള്ളേര് തുള്ളിക്കളിക്കാണ്. കണ്ടപ്പോ വല്ലാത്ത വേദനയാണ് തോന്നിയത്. ആരാണ് ഇവന്മാർക്ക് ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നത്? എത്രമാത്രം മോശാണ്. وَمَن يُعَظِّمْ شَعَائِرَ اللَّهِ فَإِنَّهَا مِن تَقْوَى الْقُلُوبِ. അള്ളാന്റെ ചിഹ്നങ്ങളോടുള്ള ആദരവ് അതുണ്ടെങ്കിൽ തഖ്വ ഉണ്ടാകുമെന്ന് ഖുർആൻ. ആ മുത്തുനബിയോടുള്ള ആദരവിന്റെ ഭാഗമായി നമ്മൾ ഭംഗിയായി റാലി നടത്താം, നമുക്ക് മൗലിദ് ചൊല്ലാം, ഭക്ഷണം ദാനം ചെയ്യാം, സ്വതക്കകൾ ചെയ്യാം, മദ്ഹുകൾ പാടാം. പക്ഷേ എന്റെ മുത്തുനബി ഇഷ്ടമില്ലാത്ത സംഗതികൾ അതിന്റെ ഇടയിലേക്ക് കൊണ്ടുവന്നാൽ തഖ്വ ഉണ്ടാവോ കൽബില്? ഇല്ല. മുത്തുനബിയുമായി ബന്ധപ്പെട്ട സംഗതിക്ക് അല്ലാഹ് പെട്ടെന്ന് ആക്ഷൻ എടുക്കൂട്ടോ. അനാദരവ് എവിടെ സംഭവിച്ചു പോകരുത്. അനാദരവ് എവിടെയും സംഭവിച്ചു പോകരുത്. അത് റാലിയിലാകട്ടെ, മുത്തുനബിയുടെ പേരിലുള്ള പരിപാടികളിൽ ഒന്നിലും തന്നെ അനാദരവിന്റെ ഒരു അംശം പോലും ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ മഹല്ലിൽ നിന്ന് റാലി നടത്തുമ്പോൾ നമ്മുടെ നടത്തം, നമ്മുടെ യാത്ര, നമ്മുടെ ബൈത്തുകൾ, നമ്മുടെ സംസാരം മലക്കുകൾ നിറയുന്ന സദസ്സാണത്. കാരണം ഈ സദസ്സ് അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങളുടെ പേരിലാണ്. അതുകൊണ്ട് മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടാകും. എന്റെ ഹബീബിനെ ആരാണ് അപമാനിക്കുന്നത് എന്ന് നോക്കാൻ അള്ളാന്റെ മലക്കുകൾ അവിടെ ഉണ്ടാവൂലേ? ഒരു വാക്ക് കൊണ്ടോ ഒരു പ്രവൃത്തി കൊണ്ടോ ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനത്തെ അനാദരിക്കുന്ന ഒരു സംഗതി നമ്മുടെ ലൈഫിൽ ഉണ്ടാകാൻ പാടില്ല. അപ്പൊ നമ്മുടെ കൂട്ടുകാരോടൊക്കെ പറഞ്ഞു കൊടുക്കണം. വല്ല പ്ലാനിങ് ഉണ്ടെങ്കിൽ അല്ലേ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പരിപാടി പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്യരുത് മക്കളെ. നമ്മുടെ ആഖിബത്ത് മോശമാകാൻ അത് കാരണമാകും. എല്ലാ ആലിമീങ്ങളും പറഞ്ഞു കൊടുത്താലും ഈ പേക്കൂത്ത് കാണിക്കാൻ ഏതെങ്കിലും ഉസ്താദന്മാര് പ്രസംഗിക്കുന്നുണ്ടോ? ഇല്ല. പക്ഷേ ആരൊക്കെ പറഞ്ഞാലും ഞങ്ങൾ ചെയ്യുന്നുള്ള വാശിയാണ് പല മഹല്ലിലും പല ആളുകൾക്കും. പക്ഷെ നിങ്ങൾ സ്വയമായിട്ട് ചെയ്യുന്നതിന് ഒരു പ്രശ്നം ഇവിടെ ഇല്ല. പക്ഷെ മുത്തുനബിയുടെ പേരിലാകുമ്പോൾ ആക്ഷൻ ആരെടുക്കും? മൻ ആദാലി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്. എന്റെ വലിയനെ, ആ ഉലിയാക്കളുടെ ഏറ്റവും വലിയ നേതാവാര മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്റെ വലിയനെ വേദനിപ്പിച്ചാൽ ഞാൻ യുദ്ധം ചെയ്യുമെന്ന് അല്ലാഹ് പറഞ്ഞതായി പരിശുദ്ധ റസൂലുള്ളാഹ്. സ്വഹീഹുൽ ബുഖാരി, ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസ്. അപ്പൊ അതുകൊണ്ട് മുത്തുനബിക്ക് വേദന ഉണ്ടാകുന്ന ഒരു സംഗതി അതിൽ ഉണ്ടാകാൻ പാടില്ല. ഹബീബ് നമ്മളെ കാണുക. പ്രത്യേകിച്ച് ഇത്തവണത്തെ നബിദിനം വെള്ളിയാഴ്ചയാണ്. എന്റെ മേൽ ചൊല്ലുന്ന സ്വലാത്തുകൾ ഞാനിങ്ങനെ കാണും. മുത്തുനബി സന്തോഷിക്കണം. നമ്മൾ സ്വലാത്തും ചൊല്ലി ഇങ്ങനെ നടന്നു പോകുന്നത്, അച്ചടക്കത്തോടെ നടന്നു പോകുന്നത് കണ്ട് ആര് സന്തോഷിക്കണം? സയ്യിദുനാ റസൂലുള്ളാഹ്. അതിന്റെ ഇടയിൽ മുത്തുനബിക്ക് വേദന ഉണ്ടാകുന്ന ഒരു സംഗതിയും അവിടെ ഉണ്ടാകാൻ പാടില്ല. അല്ലാഹ് ആക്ഷൻ എടുക്കും. അങ്ങനെയല്ലേ നമ്മുടെ കുട്ടികളെ ഒരാൾ വേദനിപ്പിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പ്രയാസം തോന്നുന്ന ആർക്കായിരിക്കും? അള്ളാന്റെ ഹബീബാണ് സയ്യിദുനാ റസൂലുള്ളാഹ്.
അതുകൊണ്ട് അനാദരവുണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് എന്റെ കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഇൻഷാ അല്ലാഹ് ഇത്തവണ വളണ്ടിയേഴ്സിനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അവരോട് സഹകരിക്കണം. കുട്ടികളാണെന്ന് എഴുതിയിട്ട് നമ്മൾ അങ്ങോട്ട് ഓടർക്കാം എന്നൊന്നും പറഞ്ഞു കളയരുത്. ആ മക്കൾ അവിടെ നിൽക്കുന്നത് മുത്തുനബിയുടെ പേരിലുള്ള റാലി ഭംഗിയാക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ അവര് പറയുന്നത് പോലെ ഭംഗിയായി അച്ചടക്കത്തോടെ. നമ്മളിപ്പോ കുറച്ചിങ്ങനെ റാലി പോയി കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഫ്രണ്ടിൽ നിന്ന് പിള്ളേരൊന്നും കാണൂല. അവിടെയൊക്കെ വാപ്പന്മാരും ഉപ്പാപ്പന്മാരും അല്ലെ. അപ്പൊ ആ ഒരു ഭംഗി നമ്മളിങ്ങനെ ചെറിയ കുട്ടികളെ ഫ്രണ്ടിൽ നിർത്തിയിട്ടുണ്ട്, പിന്നെ ബാക്കിൽ വാപ്പന്മാരുണ്ട്. അങ്ങനെ ഒരു ഭംഗിയായി നമ്മൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണത് പോലെ തന്നെ അച്ചടക്കത്തോടെ തിരിച്ചു വരാൻ കഴിയണം. അച്ചടക്കം അതെന്റെ സുന്നത്തിൽപ്പെട്ടതാണെന്ന് പഠിപ്പിച്ചില്ലേ സയ്യിദുനാ റസൂലുള്ളാഹ്. അപ്പൊ അങ്ങനെ ആകണോട്ടോ. ഇൻഷാ അല്ലാഹ് അങ്ങനെ ആവൂലേ? അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരു ഹറാമും മുത്തുനബി ഇഷ്ടപ്പെടാത്ത ഒരു സംഗതിയും അന്നത്തെ ദിവസം അത് നമ്മുടെ ലൈഫിൽ ഉണ്ടാകാൻ പാടില്ല. പക്ഷെ മുത്തുനബിയുടെ പേരിൽ വന്നാൽ ഡേഞ്ചറസ് ആണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രത്യേകം ചീരണികൾ തന്നവർ അല്ലാഹു റബ്ബുൽ ആലമീൻ അവരുടെ മുറാദുകളെല്ലാം ഹാസിലാക്കുമാറാകട്ടെ. അവരിൽ നിന്ന് വിട പറഞ്ഞു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. എല്ലാ സങ്കടങ്ങളും അല്ലാഹു മാറ്റുമാറാകട്ടെ. കടക്കണിയിൽ പെട്ടവരുണ്ട്, അല്ലാഹു മോചനം നൽകുമാറാകട്ടെ. പ്രത്യേകം ഹദിയ ചെയ്തവരുടെ എല്ലാ മുറാദുകളും എന്തെല്ലാം ലക്ഷ്യം വെച്ചാണോ ഹദിയകൾ ചെയ്തിട്ടുള്ളത് ആ ലക്ഷ്യങ്ങളെല്ലാം അല്ലാഹു പൂർത്തീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അർഹമുർറാഹിമായ കരുണാവാരിധിയായ അല്ലാഹ്, ഈ സദസ്സ് നീ സ്വീകരിക്കണേ റഹ്മാനേ. ഇതിന്റെ മിസ്ൽ സവാബ് ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദ്റത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. അവിടുത്തെ മദദ് നൽകണേ അല്ലാഹ്. ഖൽബിൽ പടച്ചവനെ ഹബീബിനോടുള്ള മഹബ്ബത്ത് നീ നിറച്ചു നൽകണേ അല്ലാഹ്. ആ നൂറിനെ പ്രണയിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. നൂറായ റസൂലുള്ളാഹ്, ഇരുളടഞ്ഞ ഞങ്ങളുടെ ജീവിതത്തിലെ മുഴുവൻ മേഖലകളിലും ഹബീബായ തങ്ങളെ കൊണ്ട് നീ പ്രകാശപൂരിതമാക്കണേ അല്ലാഹ്. സന്താനങ്ങളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്. തൊഴിലുകളിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. അസുഖബാധിതർക്ക് സൗഖ്യം നൽകണേ അല്ലാഹ്. പടച്ചവനെ, നിരന്തരം ഈ മജ്ലിസിലേക്ക് ചീരണികൾ തരുന്നവരുണ്ട്. അവരുടെ ലക്ഷ്യങ്ങൾ എന്തെല്ലാമെന്ന് നിനക്കറിയാമല്ലോ അല്ലാഹ്. ആ മുറാദുകളെല്ലാം നീ ഹാസിലാക്കണേ തമ്പുരാനെ. അർഹമുർറാഹിമായ റബ്ബേ, വീടില്ലാത്തവരുണ്ട്, ഖൈറായ ഭവനം നീ നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ തൊഴിലുകളിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. യാ റബ്ബനാ, ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഈ ഖബർസ്ഥാനിൽ അന്തിയുറങ്ങുന്ന സത്യവിശ്വാസികൾ, യാ റബ്ബനാ എല്ലാവർക്കും നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്, മർഹമത്ത് നൽകണേ അല്ലാഹ്. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നദറ നൽകണേ അല്ലാഹ്. ഇടയിലൊരു കാര്യം, സഹീഹ് ബുഖാരിയിൽ തന്നെ ഒരു ഹദീസ് ഉണ്ട്. നാളെ നമ്മൾ മരിച്ച് ഖബറിലേക്ക് ചെല്ലുമ്പോൾ ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ് തങ്ങളെ കാണിച്ചുകൊണ്ട് ചോദിക്കും, ഇതാരാണ്? ഖൽബിൽ ഹബീബുള്ളവർ പറയും റസൂലുള്ളാഹ്, അല്ലാത്തവർ പറയും ലാ അദ്രി, ഞങ്ങൾക്കറിയാൻ പാടില്ല. മുത്തുനബിയുടെ മദ്ഹ് ചൊല്ലാത്ത, സ്വലാത്ത് ചൊല്ലാത്ത ഒരു മനുഷ്യൻ എങ്ങനെയാണ് മുത്തുനബിയെ തിരിച്ചറിയുക? കരുണക്കടലായ റബ്ബേ, അതിനുള്ള അവസരം നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ഹബീബായ തങ്ങളെ തിരിച്ചറിയുന്നവരിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. യാ റബ്ബനാ, ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും നാളെ വിയർപ്പിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുമ്പോ താജ്ദാരേ മദീന, സർവരേ ആലം, സർക്കാരെ ദു ആലം, നൂറേ മുജസ്സം മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നദറയിലായി നീ ഞങ്ങളെ ഒരുമിപ്പിക്കണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം.